ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവൾ നിർബന്ധം പിടിച്ചപ്പോ എനിക്ക് അവളെ അങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റിയില്ല. അവൾക്ക് എന്തെങ്കിലും പറ്റിയ പിന്നെ മോനെ, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇനി അതോർത്ത് വിഷമിച്ചിട്ട് എന്താ കാര്യം? നീ സമാധാനിക്ക്, അവൾക്കൊന്നും വരില്ല. മോനെ മോനെ ഡോക്ടർ എന്തു പറഞ്ഞു? എമർജൻസി ആയിട്ട് സർജറി വേണമെന്ന്. സമ്പ്രദയെ ഇപ്പൊ ഓപ്പറേഷനിലോട്ട് കൊണ്ടുപോയി. മോനെ, നീ പേടിക്കണ്ട, അവൾക്കൊന്നും പറ്റില്ല. അമ്മ ദേ വരുന്നു. ശിശിരേ. അയ്യോ, എന്താ എന്താ അമ്മേ, എന്താ ഗോകുല് പറഞ്ഞേ? അതൊക്കെ പറയാം, നീ ഒന്ന് വേഗം വന്നേ. സിസ്റ്ററെ, എന്റെ കുഞ്ഞെവിടെ സിസ്റ്ററെ? കുഞ്ഞിനെ അമ്മയുടെ അടുത്ത് തന്നെ കിടത്തിയല്ലോ. എവിടെ? ഓപ്പറേഷൻ ചെയ്തിട്ടുള്ളോ? അല്ല, കാഷ്വാലിറ്റിയില്ല. കാഷ്വാലിറ്റി? അല്ല, മോനെ മോനെ, എന്തായടാ? സർജറി നടക്കുക. അല്ല, ഗൗരിമോൾ എവിടെ? മോനെ, കുഞ്ഞെവിടെ? അവക്ക് വല്ലതും പറ്റിയോടാ? ഇല്ല, അവക്കൊന്നും പറ്റിയിട്ടൊന്നുമില്ല. കാഷ്വാലിറ്റിയിലുണ്ട്. അമ്മ വാ വാ. ഉറങ്ങിക്കോട്ടെ. ഓ, ഉണത്തണ്ട. ശരി. വൈഫിന് കാര്യമായ കുഴപ്പമൊന്നുമില്ല. MRI എടുത്തിട്ടുണ്ട്. വേറെ വലിയ കുഴപ്പമൊന്നുമില്ല എന്നാണ് ന്യൂറോ സർജൻ പറഞ്ഞത്. ചെറിയൊരു മയക്കമുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് മാറിക്കോളും. എല്ലാം നോർമലാകും. തൽക്കാലം ഉണർത്തണ്ട. കുഞ്ഞിനെ മാറ്റേം വേണ്ട. ഓക്കെ. എടാ, ഏതാ പെണ്ണ്? നമ്മുടെ കുഞ്ഞിനെ എന്തിനാ അവളുടെ അടുത്ത് കിടത്തിയിരിക്കുന്നെ? ഞാൻ പോയി കുഞ്ഞിനെ ഇങ്ങ് എടുത്തോണ്ട് വന്നാലോ? എന്റെ ശിശിരെ, നിങ്ങൾ മനസാക്ഷിയില്ല സംസാരിക്കില്ലേ? എന്റെ വണ്ടി ഇടിച്ചാ അവർക്ക് അപകടം പറ്റിയത്. അതിനെന്താ? അപകടം പറ്റിയെങ്കിൽ അവര് ചികിത്സിക്കുന്നുണ്ടല്ലോ. അല്ലാതെ വഴിയിൽ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് പോന്നില്ലല്ലോ. എന്റെ അവസ്ഥ പറഞ്ഞാ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇന്നുവരെ എന്റെ കയ്യിൽ ഇങ്ങനെ യാതൊരു അബദ്ധവും സംഭവിച്ചിട്ടില്ല. സമ്പ്രദയെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്നുള്ള വെപ്രാളത്തില് ഓവർ സ്പീഡിലാണ് വണ്ടി ഓടിച്ചത്. അതിനിടയിൽ ആ നശിച്ച ലോറി ഓവർടേക്ക് ചെയ്യുന്നതിനിടയിലാ എന്റെ വണ്ടി ആ പെൺകുട്ടിയെ ചെന്നിടിച്ചത്. എനിക്ക് സത്യം പറഞ്ഞ അപ്പോഴും വിറയിൽ അങ്ങോട്ട് മാറിയിട്ടില്ല. നീ വക്കീലല്ലേ?
ഇത്തരം ഒരു സാഹചര്യം വന്നാ അതെങ്ങനെ നേരിടണമെന്ന് നിനക്കറിഞ്ഞൂടെ? അപകടം പറ്റിയ ആളിനെ നീ ഹോസ്പിറ്റലിൽ എത്തിച്ചല്ലോ. ഇനി പോലീസിനെ അറിയിക്കണം. ബാക്കി കാര്യങ്ങൾ അവര് നോക്കിക്കോളും. നീ സമൃദ്ധയുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാ മതി. അല്ലാതെ ഇതിന്റെ പിന്നാലെ തൂങ്ങാൻ നിക്കണ്ട. അത് പിന്നെ പുലിവാലാകും. എന്തായാലും തൽക്കാലം കുഞ്ഞവിടെ കിടക്കട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം. സമൃദ്ധയുടെ കാര്യം ഡോക്ടർ എന്താ പറഞ്ഞേ? ഞാൻ അപ്പോഴേ പറഞ്ഞതാ വയ്യാതിരിക്കുന്ന ഈ അവസ്ഥയില് ഗുരുവായൂരേക്കുള്ള യാത്ര വേണ്ടാന്ന്. അപ്പൊ കേട്ടില്ല. അവിടുത്തെ തിക്കും തിരക്കും പിന്നെ ഈ യാത്രയും കൂടി ആയപ്പോ അസുഖം പിന്നെയും കൂടി. അതല്ലേ ഉണ്ടായത്. നീ അവനെ ഇങ്ങനെ കുറ്റപ്പെടുത്താതെ. അവളൊരാഗ്രഹം പറഞ്ഞപ്പോ അത് സാധിച്ചു കൊടുക്കേണ്ടത് അവന്റെ കടമയല്ലേ? ശരിയാ, പക്ഷേ അവളുടെ ആരോഗ്യം കൂടി നോക്കണമായിരുന്നു. ഗുരുവായൂരിലേക്ക് പോകുമ്പോ തന്നെ ചെറിയ ശ്വാസമുട്ടൽ അവൾക്കുണ്ടായിരുന്നു. ശിശിരെ, അവിടെ പോകുമ്പം ഈ പറഞ്ഞ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷേ നീ പറഞ്ഞ ശരിയാണെന്ന് തോന്നുന്നു. ആ യാത്ര ഒഴിവാക്കാമായിരുന്നു. അവള് നിർബന്ധം പിടിച്ചപ്പോ എനിക്ക് അവളെ അങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റിയില്ല. അവൾക്ക് എന്തെങ്കിലും പറ്റിയ പിന്നെ. മോനെ, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇനി അതോർത്ത് വിഷമിച്ചിട്ട് എന്താ കാര്യം? നീ സമാധാനിക്ക്, അവൾക്കൊന്നും വരില്ല. ഞാൻ നിന്നെ കുറ്റപ്പെടുത്താനൊന്നും പറഞ്ഞതല്ല. എന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. ഞാൻ ചെന്ന് കുഞ്ഞിനെ എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. സിസ്റ്ററെ, ആ കുഞ്ഞിനെ എടുക്കാൻ പറ്റുമോ? കുഞ്ഞതിന്റെ അമ്മയുടെ അടുത്ത് സുഖമായി കിടക്കുമല്ലേ, പിന്നെന്തിനാ മാറ്റുന്നത്? അത് പിന്നെ ആ കുഞ്ഞിന്റെ അമ്മയുടെ അമ്മയുടെയും കുഞ്ഞിന്റെ കാര്യമൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. തൽക്കാലം നിങ്ങൾ അവിടെ പോയിരിക്കേ. കുഞ്ഞിനെടുക്കാൻ അവര് സമ്മതിക്കുന്നില്ല. കുഞ്ഞിന്റെ അമ്മ അവളാണെന്നാ അവര് തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത്. സ്വന്തം കുഞ്ഞിനെ പോലെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന കണ്ടില്ലേ? നീ പ്രശ്നം ഉണ്ടാക്കണ്ട. തൽക്കാലം കുഞ്ഞവിടെ ശാന്തമായിട്ട് കിടക്കട്ടെ. നമുക്ക് പിന്നെ പോയി എടുക്കാം.